عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ്. ഉദ്യോഗസ്ഥനായ കോതമംഗലത്തെ സുഹൃത്ത് നവാസും കൂട്ടുകാരും പ്രളയത്തിനു ശേഷം വയനാട്ടിലെ ചൂരൽമലയും ഇതര പ്രദേശങ്ങളും സന്ദർശിച്ചപ്പോൾ കണ്ട ഒരനുഭവം മനസ്സിനെ വല്ലാത്ത ഉലച്ചുപോയി. 15ഓളം വയസ്സുള്ള ഒരു കുട്ടിയെ കണ്ടുമുട്ടുകയാണ്. കുടുംബത്തിൽ ആ ബാലൻ്റെ പിതാവും മാതാവും അതുപോലെ അനുജത്തിയും വല്യപ്പ വല്യമ്മ അടക്കം വളരെയധികം അംഗങ്ങൾ നഷ്ടപ്പെട്ടു. ഈ കുട്ടി എങ്ങനെയോ രക്ഷപ്പെട്ടതാണത്രേ. ആരുടെയോ ദൃഷ്ടിയിൽപ്പെട്ടു, രക്ഷപ്പെടുത്തി. പക്ഷേ ബാല്യത്തിലേക്ക് വരുന്ന ആ കുട്ടിയുടെ സങ്കടം ഇവർ കണ്ടറിഞ്ഞു. എന്തായിരുന്നു ആ സങ്കടം എന്നറിയുമോ? രാത്രി അനുജത്തിയുമായി അല്പം വഴക്കുണ്ടായി. അപ്പോൾ പെങ്ങളോട് പറഞ്ഞത്രേ, നാളെ വരെയും നിന്നോട് ഞാൻ ഇനി മിണ്ടില്ല. അങ്ങനെയാണ് അവർ കിടന്നത്. പുലരാറായപ്പോഴേക്കും പ്രളയമുണ്ടായി, എല്ലാവരും നഷ്ടപ്പെട്ടു. രക്ഷപ്പെട്ട ഈ കുട്ടിക്ക് അത് ഓർക്കുമ്പോൾ വല്ലാത്ത സങ്കടം. കിടക്കുന്നതിന് മുമ്പ് 10 മണിക്കെങ്കിലും എൻ്റെ ആ അനുജത്തിയോടൊന്നും മിണ്ടിയിരുന്നുവെങ്കിൽ, സംസാരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ഇതാണത്ര ദുഃഖം. പ്രിയപ്പെട്ടവരെ, മിണ്ടാതിരിക്കുന്നു, അകലങ്ങൾ ഉണ്ടാകുന്നു, വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നു, വഴക്കും ശണ്ഠയും ഉണ്ടാകുന്നു. ഈ ഒരവസ്ഥ അവിടെയല്ലേ കരുണയും സ്നേഹത്തിൻ്റെയും മാതൃക? വയനാട്ടിൽ തന്നെയല്ലേ ഒരു ആനയുടെ ചരിത്രവും നാം കണ്ടത്? പ്രളയ സമയങ്ങളിൽ ഒരു കുടുംബത്തിന് കാവൽ നിന്ന ആ വന്യജീവിയുടെ കാരുണ്യം, അതെങ്കിലും ഒന്ന് മനുഷ്യൻ ഓർത്തെടുക്കണ്ടേ? പ്രത്യേകിച്ച് കാരുണ്യത്തിൻ്റെ കേന്ദ്രമായ, ലോകത്ത് കരുണ പ്രദർശിപ്പിച്ച, പഠിപ്പിച്ച, പ്രാവർത്തികമാക്കിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസം ആണല്ലോ ഈ വിശുദ്ധ റബീഉൽ അവ്വൽ. ഒരു പക്ഷേ ഇന്ന് ഏറെയേറെ ചർച്ച ചെയ്യേണ്ടത്, പഠനം നടത്തേണ്ടത്, അനുസ്മരണങ്ങൾ നടക്കേണ്ടത് പ്രവാഹ ജീവിതത്തിലെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഇണക്കത്തിൻ്റെയും വണക്കത്തിൻ്റെയും സന്ദേശങ്ങളായിരിക്കും എന്ന് തോന്നുകയാണ്. നമുക്ക് സർ വില്യം മൂർ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ കുറിച്ച ചില വരികൾ അവസരോചിതം ഇവിടെ നമുക്ക് ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? എല്ലാവരുടെയും വിശ്വാസവും സ്നേഹവും ആർജിക്കുന്ന ഒരു പ്രകൃതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ പ്രവാചകൻ തൻ്റെ പ്രവർത്തനത്തിൽ അദ്ദേഹം പൂർണ്ണതയിലേക്ക് എത്തിക്കാതെ ഒരു കാര്യവും ഏറ്റെടുക്കുമായിരുന്നില്ല. സാമൂഹ്യമായ ഇടപെടലുകളിൽ പോലും ഈ ശീലം പ്രവാചകനുണ്ടായിരുന്നു. സംഭാഷണത്തിനിടയ്ക്ക് ഒരാളിലേക്ക് തിരിഞ്ഞാൽ ഭാഗികമായല്ല, തൻ്റെ മുഖവും ശരീരവും മുഴുവനായി തന്നെ അയാളിലേക്ക് തിരിക്കുമായി. ആർക്കെങ്കിലും പ്രവാചകൻ കൈ കൊടുത്താൽ ആദ്യം കൈവലിക്കുക അദ്ദേഹമായിരിക്കില്ല. ഏതെങ്കിലും ഒരു അപരിചിതനുമായി സംസാരിച്ചാൽ അദ്ദേഹമായിരിക്കില്ല ആദ്യമായി സംസാരത്തിൽ നിന്ന് പിന്മാറുന്നത്. അതായത് പ്രവാചകൻ പിന്മാറില്ല എന്നർത്ഥം. എന്നാൽ എല്ലാവരോടും ആ നല്ല ഒരു സമീപന മുറ ഉണ്ട് എന്നാണ് വില്യം മൂറിൻ്റെ ഭാഷ. തനിക്ക് വേണ്ടിയതെല്ലാം സ്വയം ചെയ്യുന്ന ഒരു പ്രകൃതമായി. ആർക്കെങ്കിലും ഭിക്ഷ കൊടുക്കുകയാണെങ്കിൽ അത് സ്വന്തം കൈകൊണ്ട് തന്നെ കൊടുക്കാനുള്ളൊരു താല്പര്യം. ഭാര്യമാരെ വീടുകളിൽ സഹായിക്കുന്ന ഒരു പ്രകൃതി പ്രവാചകനുണ്ടായിരുന്നു. മിക്കവാറും ഇതൊക്കെ ഹദീസിൻ്റെയും ഒക്കെ ചരിത്ര പ്രമാണങ്ങളുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആടുകളെ മേച്ചിരുന്ന കാര്യം പറയുന്നുണ്ട്. ചെരുപ്പ് സ്വയം തുന്നി ശരിയാക്കുന്ന കാര്യവും വില്യം മൂർ അവതരിപ്പിക്കുകയാണ്. സാധാരണ പരിക്കൻ വസ്ത്രമാണ് പ്രവാചകൻ്റെ വേഷവിധാനം. അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ഗുണങ്ങൾ. അതേപോലെ
തോലുകൊണ്ട് കറുത്ത രോമക്കുപ്പായം കൊണ്ടുണ്ടാക്കിയ കർട്ടനുകൾ കൊണ്ടായിരുന്നു വാതിലുകളും ജനലുമൊക്കെ വന്ന് സ്ഥാപിച്ചിരുന്നത്. വെള്ളം എടുത്തിരുന്ന ഒഴുകുന്ന നദീതീരം പോലെ ആർക്കും അദ്ദേഹത്തെ വന്ന് കാണാമായിരുന്നു. വേദക സംഘങ്ങളുടെ ദൂതന്മാരും അങ്ങേയറ്റം ആദരവോടെയാണ് പ്രവാചകന്റെ മുന്നിൽ സ്വീകരിക്കപ്പെട്ടത്. അവരുടെ നിവേദനങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതിലായാലും ഇനി രാജ്യത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുന്നതായാലും നല്ല ഒരു മികവുറ്റ ഭരണാധികാരിയുടെ എല്ലാ യോഗ്യതകളും പ്രവാചകൻ പ്രകടിപ്പിച്ചിരുന്നു. ഏറ്റവും ശ്രദ്ധേയനായ വല്യമൂർ പറയുകയാണ്, ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ഒരു അനുയായിയോട് പോലും പ്രവാചകൻ കാണിച്ചിരുന്ന ഒരു പരിഗണന, വിനയം, കാരുണ്യം, ക്ഷമ, സ്വമേധയെ ഇങ്ങനെ പൊങ്ങച്ചം പറയാതിരിക്കുക, ഇതൊക്കെ പ്രവാചകന്റെ മാതൃകയാണ്. ഇല്ല എന്ന് പ്രവാചകൻ പറയാറില്ല അത്രേ. എന്ത് വിഷയവും അത് വീട്ടിക്കൊടുക്കുന്ന ഒരു പ്രകൃതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ തുടങ്ങി കുട്ടികളോടുള്ള കരുണയെക്കുറിച്ച് വല്യമ്മൂർ പറയുന്നുണ്ട്. പട്ടിണിക്കാലത്ത് ആണെങ്കിൽ തന്നെ ഉള്ള ഭക്ഷണം മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന ഒരു ആവശ്യം. അപ്പോൾ പ്രവാചകന്റെ ഒട്ടേറെ ഗുണങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉത്തമമായ ദൃഷ്ടാന്തമുണ്ട്. ബർനാഷിക്ക് ലോകത്ത് നോക്കിക്കൊണ്ട് പറയാനുണ്ടായിരുന്ന എന്താണ്? ആധുനിക കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച്. പ്രശ്നം നമുക്കറിയാമല്ലോ. ഇന്ന് എന്തൊക്കെയാണ് പ്രശ്നം? ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങി നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ നിന്നൊക്കെ പോലും ഉണ്ടാകുന്ന ചില പിന്തിരിപ്പൻ നയങ്ങളും മനുഷ്യത്വ വിരുദ്ധ നിലപാടുകളുമൊക്കെ വിലയിരുത്തുമ്പോൾ, അതെ, ആധുനിക ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ബർനാഷ പറയാണ്, നബിയെ പോലെയുള്ള ഒരു ഭരണാധികാരി രാജ്യം ഭരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പ്രശ്നങ്ങളില്ലാതിരിക്കും. ഗാന്ധിജിയും ഇന്ത്യ സ്വതന്ത്രമാവുന്നൊരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ, ഉമറിൻ്റെ ഭരണം വന്നു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു ഗാന്ധിജിക്കും ബർനാഷിക്കും ഒക്കെ ഇതിന് നൽകിയ പ്രചോദനം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാജ്യത്ത് നടപ്പാക്കിയതും സമൂഹത്തിൽ നടപ്പാക്കിയതും സ്വന്തത്തിൽ കുടുംബത്തിൽ പ്രാവർത്തികമാക്കിയതുമൊക്കെ മനുഷ്യന് ഉപകാരപ്രദവും മനുഷ്യ ജീവിതത്തിന് ആവശ്യമുള്ളതും ഒരു രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും സുഗമമായ നിലനിൽപ്പിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ്. എല്ലാ വിഭാഗം ആളുകളോടും, ഇനി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളോടുമൊക്കെ എത്ര ആദരവാണ്. കണ്ടില്ലേ, ഒരു ജൂതനായ മനുഷ്യൻ വന്ന് അസ്സലാമു അലൈക്കും മുഹമ്മദേ, നിനക്ക് മരണമുണ്ടാകട്ടെ എന്ന ഒരു വാക്കാണ് പറഞ്ഞത്. കേട്ടുകൊണ്ടിരുന്ന ഐഷ ബീവിക്ക് അത് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കി. ചില ശാപവാക്കുകളൊക്കെ ഐഷ ബീവിയിൽ നിന്നപ്പോൾ പ്രിയപത്നിയോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അടങ്ങ്, അള്ളാഹു മയമാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പത്നി ചോദിച്ചു, അയാൾ പറഞ്ഞത് കേട്ടില്ലേ? അതെ, ഞാനും പറഞ്ഞല്ലോ വഅലൈക്കുമെന്ന്, നിങ്ങൾക്കും ഉണ്ടാകട്ടെ. നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രവാചകൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്കും നാശമുണ്ടാകട്ടെ എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. ഇർഷാദ് സാരി വ്യക്തമാക്കുന്നു, ഞാൻ മരിക്കും, പക്ഷേ നിങ്ങളും മരിക്കും കേട്ടോ, ആ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇതായിരുന്നു പ്രവാചകൻ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് വ്യക്തമാക്കുന്നത്. ആ പറഞ്ഞു വന്നത്, ഇങ്ങോട്ട് എതിർക്കാൻ വന്ന ആളാണെങ്കിലും അങ്ങോട്ട് സ്നേഹത്തിൻ്റെ നിലപാടുകൾ. ഇന്നത്തെ കാലഘട്ടം കാതോർക്കുന്ന അങ്ങനെയല്ലേ? നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഒരു ഗ്രാമീണ സഹോദരൻ വന്ന് പട്ടിണിയെക്കുറിച്ച് വിഷമം പറഞ്ഞു. അയാളും അയാളുടെ കൂട്ടത്തിലുള്ള ആളുകളെക്കുറിച്ചും. എന്ത് ചെയ്യും? പ്രവാചകന്റെ കയ്യിൽ ഒന്നുമില്ല. ഇത് കേട്ടുകൊണ്ടിരുന്ന യസീദ് ബിൻ സനഅ പറഞ്ഞു, ഞാൻ അല്പം കടം തരാം. അങ്ങനെ കടം വാങ്ങി കൊടുത്തു. ആ അവധിയാകുന്നതിന് മുമ്പ് അദ്ദേഹം വന്നു, പ്രവാചകന്റെ സമീപത്ത് വന്നപ്പോൾ ചില സഹാബാക്കൾ സമീപത്തുണ്ട്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെ വസ്ത്രത്തിൽ പിടിച്ച് കുലുക്കിയെന്നാണ് ചരിത്രം. എന്താ എൻ്റെ കടം വാങ്ങി തരാത്തത്? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ടുകൊണ്ട് അല്പം ക്ഷോഭം വന്നു. എന്താ ഇദ്ദേഹം കാണിക്കുന്നത് എന്ന്. അപ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൊടുക്കുക, ഉമറെ, അടങ്ങ്, വീട്ടേണ്ട ആളാണോ ഞാനോ? കടം ചോദിക്കാമെന്ന് അദ്ദേഹം. ഞങ്ങൾക്കിടയിൽ നല്ലൊരു മീഡിയേറ്ററാണ്, മധ്യവർത്തിയാണ് വേണ്ടത്. മാന്യമായി കടം വീട്ടണമെന്ന് എന്നെ ഉപദേശിക്കുന്ന ഒരാൾ, ചോദിക്കേണ്ടത് മര്യാദയ്ക്കാകണം, നല്ല നിലയ്ക്കാകണം എന്ന് അദ്ദേഹത്തെയും ഉപദേശിക്കണം. അങ്ങനത്തെ ഒരു മീഡിയേറ്ററാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ആ കടം വീട്ടി അല്പം കൂടുതൽ കൊടുത്തു എന്നാണ് ചരിത്രം. ഇസ്ലാം പ്രകടിപ്പിച്ച
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ഈ ഔദാര്യത്തിൻ്റെ സഹിഷ്ണുതയുടെ അത്യുജ്വലമായ മാതൃക കണ്ടുകൊണ്ട് അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ ഗാന്ധിജിയുടെ ഒരു വാക്ക് നമുക്കിവിടെ എടുക്കാം. ലോകത്ത് ഇസ്ലാമിന് പ്രചാരമുണ്ടായത് വാളുകൊണ്ടല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഷ്ണുത കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്, സൗഹൃദം കൊണ്ടാണ്, സൗഹാർദ്ദം, മനുഷ്യരോടുള്ള സമീപനം ഇതുകൊണ്ടാണ്. ഇത് മനസ്സിലാക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി എന്ന് ഗാന്ധിജി പറഞ്ഞത് ഓർക്കണം. പടിഞ്ഞാറിൻ്റെ ശക്തികൾ, പാശ്ചാത്യന്മാരുമൊക്കെ ഇസ്ലാമിൻ്റെ വിരോധികളുമൊക്കെ വാളുകൊണ്ടാണ്, വിപ്ലവം കൊണ്ടാണ്, യുദ്ധം കൊണ്ടാണ് ഇവിടെ മതം പ്രചരിച്ചത്, മുഹമ്മദ് യുദ്ധക്കുതിയനാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ചരിത്രങ്ങൾ അറിയുന്നവർ എല്ലാം ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരിക്കലും യുദ്ധത്തിൻ്റെ മതമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കലഹമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാശയമല്ല പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം. കേരളത്തിൻ്റെ പോലീസ് മേധാവിയായിരുന്ന അലക്സാണ്ടർ ജേക്കബ് പലപ്പോഴും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിമനോഹരമായി അവതരിപ്പിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുമെങ്കിൽ കേവലം ഒരു ബെർണാഡ് ഷോ, സർ വില്യം മൂറോ മാത്രമല്ല തോമസ് കാർലൈൽ തുടങ്ങി ചില ഓറിയന്റലിസ്റ്റുകളൊക്കെ വരെയും പ്രവാചകൻ്റെ സത്യസന്ധതയെ വാനോളം പുകഴ്ത്തത് കാണാം. ഇപ്പോൾ ഏമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ചിലപ്പോൾ പൊളിച്ചു നാറുന്ന വൃത്തികെട്ട ചില സന്ദേശങ്ങളാണ് മാധ്യമങ്ങളിൽ നമുക്ക് ഇപ്പോൾ കാണാനും കേൾക്കാനും കഴിയും. വലിയ സമൂഹം, വലിയ ഉന്നതന്മാരെന്നൊക്കെ കരുതിയിരുന്ന വലിയ കേന്ദ്രങ്ങൾ പോലും അനാശാസ്യത്തിൻ്റെ, പീഡനങ്ങളുടെ വൃത്തികെട്ട കഥകൾ പുറത്തു വരുമ്പോൾ സ്ത്രീ സമൂഹത്തിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പരിഗണന അതെത്ര അത്യുജ്വലമാണ്, എത്ര അത്യാകർഷകമാണ് അല്ലേ? സ്ത്രീക്ക് ജീവിക്കാൻ പോലും ഇവിടെ അനുവാദമില്ല എന്നൊരു കാലഘട്ടം നോക്കിക്കൊണ്ട് സ്ത്രീ സമൂഹം കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്, റാണിയാണ്, അവരിവിടെ വളരേണ്ടവരാണ്, നമുക്ക് വളരെ സ്നേഹത്തിൻ്റെ കേന്ദ്രങ്ങളായി അവരെ പരിഗണിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബ് സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയും സ്ത്രീ സമൂഹത്തിന് വളരെ മാന്യമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയും എന്തിനേറെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകവുമായി വേർപിരിയുന്നതിൻ്റെ നിമിഷങ്ങൾക്കൊക്കെ മുമ്പ് ആ തിരുനാവിൽ നിന്ന് കൊണ്ടുവരുന്ന ശബ്ദം അനുജനമാ ശ്രദ്ധിച്ചപ്പോൾ അല്ലാഹ ഫിന്നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷന്മാരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, ഇതായിരുന്നു പറഞ്ഞതെങ്കിൽ സ്ത്രീ സമൂഹത്തിൻ്റെ രക്ഷയാണ്, പരിരക്ഷയാണ്, അവരുടെ മഹത്വം അംഗീകരിക്കലാണ്, അവരുടെ ചാരിത്രം സംരക്ഷിക്കലാണ് പ്രവാചകൻ ചെയ്തത്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് സ്ത്രീ സമൂഹം ആചരിക്കേണ്ട ചില വേഷവിധാനങ്ങളും. കാരണം അവരുടെ സ്ത്രീത്വം അത് പരിപാവനമാണ്, അന്യപുരുഷന്മാരാൽ അത് അപഹരിക്കപ്പെട്ടുകൂടാ, അത് ബലാത്കാരമായി ധ്വംസിക്കപ്പെട്ടുകൂടാ. ഈ ഒരു മഹത്തായ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ആ വേഷവിധാനത്തിൻ്റെയൊക്കെ മനോഹാരിത ഇവിടെ വ്യക്തമാക്കുന്നത്. ഇസ്ലാം സ്വീകരിച്ച കമലാസുരയ്യ പറഞ്ഞില്ലേ, അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ വേഷത്തോട് വലിയ അനുകമ്പയും താല്പര്യമുണ്ടായിരുന്നു. ഈ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് ബോംബെയിലൂടെ അവർ സഞ്ചരിച്ചത്. പിന്നീട് അവർ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചത് ആരുടെയും ഭീഷണി കൊണ്ടല്ലല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ അപായപ്പെടുത്തുകയോ അല്ലെങ്കിൽ പ്രീണപ്പെടുത്തുകയും ചെയ്തിട്ടല്ലല്ലോ. മതം മുന്നോട്ട് വയ്ക്കുന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത തത്വശാസ്ത്രത്തിൻ്റെ മനോഹാരിത അവർ ഏറെ പഠിച്ചുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചതെങ്കിൽ ഇന്നും അങ്ങകലെ പാശ്ചാത്യ നാടുകൾ വരെയും സൈനിസ്റ്റുകൾ, ചിന്തകന്മാർ, തത്വശാസ്ത്രജ്ഞന്മാർ, ഒരു വിദ്യാഭ്യാസ രംഗത്തിലെ പ്രമുഖന്മാരുമൊക്കെ സ്വമാതിയ അല്ലാഹുവിൻ്റെ മതം കൂടുതൽ അടുത്തെറിഞ്ഞ് പ്രവാചകൻ്റെ അതിമനോഹരമായ അത്യുജ്വലമായ മനുഷ്യത്വപരമായ ആശയങ്ങളെ കൂടുതൽ ജിജ്ഞാസയോടെ അന്വേഷിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന മാതൃകാപരമായ സന്തോഷകരമായ അനുഭവങ്ങൾ ഒരു ഭാഗത്ത് ഇസ്ലാമിൻ്റെ വെളിച്ചം കെടുത്താൻ ചില ദുശക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇല്ല, ഇസ്ലാമിയുടെ അതിജയിക്കും. ബെർണാഡ് ഷോ പറഞ്ഞിട്ടുണ്ടല്ലോ, യൂറോപ്പിന് ഏറ്റവും അഭികാമ്യമായ പ്രത്യയശാസ്ത്രം ഇസ്ലാമാകുന്ന ഒരു കാലഘട്ടം വരാനുണ്ടെങ്കിൽ അതാണ് ലോകത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ റബീഉൻ്റെ ധന്യതയിൽ നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശയങ്ങളെ കൂടുതൽ പരന്ന വായനയിലൂടെ, ദർശനത്തിലൂടെ, കേൾവിയിലൂടെ, ക്ലാസ്സിലൂടെ, സെമിനാറിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ, ഗ്രന്ഥപാരായണത്തിലൂടെ അറിയാനുള്ളൊരു ശ്രമമുണ്ടാകണം, മറ്റുള്ളവരെ അറിയിക്കാനുള്ള ശ്രമമുണ്ടാകണം.
നിർബന്ധിച്ച് മതപരിവർത്തനം ഇവിടെ ആവശ്യമില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ, മതം പടുവ് നിർബന്ധവുമില്ല. സ്വമേധയാ എൻ്റെ രക്ഷ എന്താണ്, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ എന്താണ്, നാളെ വരാനിരിക്കുന്ന ലോകത്ത് എനിക്കും എൻ്റെ അനുജന്മാർക്കും എൻ്റെ സഹായിക്കും എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ കിട്ടാൻ എന്താണ് എന്ന് സ്വമേധയാ ഓരോരുത്തരും പഠിച്ച് മനസ്സിലാകട്ടെ. ഒപ്പം ഈ ലോകത്ത് ശാന്തിയും സമാധാനവും കൂടുതൽ തിളക്കമുള്ളതാകട്ടെ. പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിന് നല്ല രക്ഷയും ഗുണവും അവർക്ക് ആവശ്യമായ എല്ലാ രീതിയിലുള്ള സംരക്ഷണവും ഉറപ്പുവരാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. അതിന് ഗവൺമെൻറ്റുകളും ഭരണകൂടങ്ങളുമൊക്കെ അതിശക്തമായ നിലപാടുകൾ എടുക്കണം. ഒപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയുള്ള തത്വജ്ഞാനികളുടെയും ഒക്കെ പ്രായോഗികമായ ആശയങ്ങളുടെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക്, അനിവാര്യതയിലേക്ക് ധാരാളം പഠനങ്ങളുമൊക്കെ അന്വേഷണം നടക്കാനുള്ള സംവിധാനങ്ങളും നമ്മുടെ ഈ രാജ്യത്ത് ആവശ്യമാണ്, അനിവാര്യമാണ്. അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിശ്ചയം നിങ്ങൾക്ക് ഉത്തമമായ ദൃഷ്ടാന്തം പ്രവാചകനിലുണ്ട് എന്ന വിശുദ്ധ ഖുർആൻ ഇതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ 12 സമാഗതമാകുന്നു. ആഗോളതലത്തിൽ അറബേതര രാഷ്ട്രങ്ങളിൽ കണ്ടുവരുന്ന മീലാദാഘോഷങ്ങൾ എത്ര മനോഹരം, എത്ര ആവേശകരം. ഇൻഷാ അല്ലാഹ് സലാത്തുകൾ വർദ്ധിപ്പിച്ച്, മൗലിദുകൾ, മദ്ഹുഗീതങ്ങളോതി, ഭക്ഷ്യദാനം, മനുഷ്യസേവനം, മറ്റു സുന്നത്തായ അമലുകളെല്ലാം നമുക്ക് ഏറെ വർദ്ധിപ്പിച്ച് മുത്തുനബിയോടുള്ള ഇഷ്കും ഈമാനും വർദ്ധിപ്പിക്കാം. ജഗന്യന്താവായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി